ഗസയിലെ വെടിനിർത്താൻ ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതി അപകടകരമാണെന്ന് മാത്രമല്ല, ട്രംപിനോടൊപ്പം ചേർന്ന് ഈ പദ്ധതി ആവിഷ്കരിച്ച രാഷ്ട്രങ്ങളെയും യഥാർത്ഥത്തിൽ വഞ്ചിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രി പറഞ്ഞത്, ഞങ്ങൾ ട്രംപിന്റെ മുന്നിൽ എഴുതി കൊടുത്ത ഒപ്പിട്ട് കൊടുത്ത രേഖയല്ല ട്രംപ് പ്രഖ്യാപിച്ചത് എന്നാണ്. അതുപോലെ തന്നെ ഈജിപ്തിന്റെ വിദേശകാര്യമന്ത്രിയും സമാനമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ച സമാധാന പദ്ധതി നടപ്പാക്കാൻ കഴിയുന്നതല്ല. അതിൽ ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ട്, ഗ്യാപ്പുകൾ അടക്കാനുണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ ഗസയിൽ സമാധാനം കൊണ്ടുവരാനുള്ള ഈ കരാറിൽ ഞങ്ങൾ ഒപ്പുവെച്ചത് അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം ഗസയിലെ വെടിനിർത്തുക, ജനങ്ങൾക്ക് ഭക്ഷണവും അവശ്യ വസ്തുക്കളും എത്തിച്ചു കൊടുക്കുക, ഗസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറുക, ഇതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. എന്നാൽ ട്രംപ് പ്രഖ്യാപിച്ചപ്പോൾ അത് മറ്റു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ സൈന്യത്തിന് എന്നും ബഫർ സോണിൽ നിലയുറപ്പിക്കാൻ സാധിക്കും. രണ്ടാമത്തേത് സഹായമെത്തിക്കുക. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏത് കാര്യങ്ങളിലും വീറ്റോ ചെയ്യാൻ ഇസ്രായേലിന് അധികാരമുണ്ട് എന്നതാണ്. മൂന്നാമത്തേത് അന്താരാഷ്ട്ര സൈന്യമാണ്. അതിന് നേതൃത്വം നൽകുന്നത് ട്രംപും ടോണി ബ്ലെയറുമാണ്. അടുത്ത കാര്യം ഹമാസ് അടക്കമുള്ള ഗസയിലുള്ള വിമോചന പ്രസ്ഥാനങ്ങൾ, അവരെ എല്ലാം നിരായുധീകരിക്കുക എന്നതാണ്. ഇത് പ്രധാനമായും നെതന്യാഹു മുന്നോട്ട് വെച്ച പദ്ധതിയാണ് എന്നാണ് ഇപ്പോൾ ലോകത്ത് വിമർശനം ഉയരുന്നത്. എന്തായാലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഒരുപാട് രാഷ്ട്രങ്ങളെ വിളിച്ചു വരുത്തി ഉച്ചകോടി നടത്തി, അതിൽ സമാധാന കരാറും ഉണ്ടാക്കി, നോബൽ സമ്മാനം ആവശ്യപ്പെടാൻ വേണ്ടി ഒരു സമാധാന കരാറുണ്ടാക്കി. ആ കരാർ എഴുതി ഒപ്പിട്ടു പോയ ആളുകൾ അവരുടെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് അതിൽ തിരിമറി നടത്തി ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രസിഡന്റിനെ ലോകത്ത് ആർക്കാണ് വിശ്വസിക്കാൻ സാധിക്കുക? അതാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാനുമായി സൗദി അറേബ്യ തന്ത്രപരമായ ഒരു കരാറിലേക്ക് നീങ്ങിയത്. കാരണം അമേരിക്കയുടെ ഏത് കരാറുകളിലും വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് സൗദി അറേബ്യ ഇപ്പോൾ അതിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇറാൻ ഇന്ത്യയോട് പറഞ്ഞത്, ട്രംപിന്റെ വാഗ്ദാനങ്ങൾ, ട്രംപിന്റെ കരാറുകൾ, അതിൽ നിങ്ങൾ വിശ്വസിക്കരുത്, വഞ്ചനയുടേതാണ് അത് എന്ന്. കാരണം 12 ദിവസം നീണ്ടുനിന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ ഘട്ടത്തിൽ 2 തവണ ഞങ്ങളെ ട്രംപ് വഞ്ചിച്ചു എന്നാണ്. എന്തായാലും ലോകത്ത് അമേരിക്കയുടെ തനി നിറം ഇപ്പോൾ പുറത്തായിരിക്കുന്നു എന്ന് മാത്രമല്ല, ട്രംപിന്റെയൊക്കെ യഥാർത്ഥ നിറം എന്താണ് എന്നും, അമേരിക്കയിൽ കഴിഞ്ഞുപോയ ആദ്യത്തെ ജൂത പ്രസിഡന്റാണ് എന്ന് ജെറുസലം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അമേരിക്കയിലെ ഇസ്രായേൽ അനുകൂല പ്രസിഡന്റിൽ നിന്നും അത്തരത്തിലുള്ള, അതായത് ഗസക്ക് അനുകൂലമായതോ അല്ലെങ്കിൽ അറബികൾക്ക് അനുകൂലമായതോ അല്ലെങ്കിൽ ഒരു നീതിപൂർവമായ ഒരു തീരുമാനമോ ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും.